LP, UP ഇൻ്റർവ്യൂവിന് തയ്യാറായിക്കൊണ്ടിരിക്കുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. LP സ്കൂൾ അസിസ്റ്റൻറ്റിൻ്റെ ഇൻ്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ ഇനി UPയുടെ ഇൻ്റർവ്യൂ വരാനായിട്ട് പോവുകയാണ് അല്ലേ. അപ്പോൾ നമ്മൾ കുഞ്ഞു കുഞ്ഞു ടോപ്പിക്കുകളായിട്ട് ഒത്തിരി കാര്യങ്ങളൊക്കെ പഠിച്ചു. ഇതൊക്കെ തന്നെ നിങ്ങൾക്ക് ഏറെ യൂസ്ഫുൾ ആകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപയോഗപ്രദമായിരിക്കും, സംശയമില്ല. അതുകൊണ്ട് തന്നെ ഇതിന് മുന്നേയുള്ള ക്ലാസ്സുകളും തുടർന്നുള്ള ക്ലാസ്സുകളും കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അത് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കൂടെ മറക്കരുതേ. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് എന്താണ് ജൈവ വൈവിധ്യ വിദ്യാലയം, അതിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള ടോപ്പിക്കും അതുപോലെ തന്നെ വിവരവിനിമയ സാങ്കേതിക വിദ്യയുടെ ഉപയോഗം. നമുക്കറിയാം കുട്ടികളിൽ അമിതമായിട്ട് വിവിധ മൊബൈൽ, ടെലിവിഷൻ പോലുള്ള ഉപകരണങ്ങളുടെ അതുമായിട്ടുള്ള കുട്ടികളുടെ ബന്ധം ഇന്ന് വർദ്ധിച്ചു വരികയാണ് അല്ലേ. മൊബൈൽ ഫോണിൻ്റെയൊക്കെ ഉപയോഗം വളരെയേറെ കൂടുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ അതിൻ്റെ ഉപയോഗത്തിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളുടെ നമുക്ക് നോക്കാനായിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് ടോപ്പിക്കുകൾ നമുക്ക് എന്ത് ചെയ്യാം, ചർച്ച ചെയ്യാം. എന്താണ് ജൈവ വൈവിധ്യ വിദ്യാലയം എന്ന് പറയുന്നത്? പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം മുന്നോട്ട് വച്ച ആശയങ്ങളിലൊന്നാണ് ജൈവ വൈവിധ്യ വിദ്യാലയം എന്ന് പറയുന്നത്. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്ന് പറയുമ്പോൾ നമുക്കറിയാം അല്ലേ, പൊതുവിദ്യാലയങ്ങളെയും പൊതുവിദ്യാഭ്യാസത്തെയും സംരക്ഷിക്കുവാനും മികവോടെ നിലനിർത്താനുമായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച സംരംഭമാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം. അപ്പോൾ അതിനോടൊപ്പം തന്നെ നിലനിർത്തുന്ന അല്ലെങ്കിൽ അത് മുന്നോട്ട് വച്ച ആശയങ്ങളിലൊന്നാണ് ജൈവ വൈവിധ്യ വിദ്യാലയം എന്ന് പറയുന്നത്. അപ്പോൾ മനസ്സിലായെന്ന് കരുതുന്നു. ഇനി നമുക്കതിൻ്റെ ലക്ഷ്യങ്ങൾ എന്താണെന്ന് നോക്കിയാലോ. ഒന്നാമത്തെ ലക്ഷ്യമെന്ന് പറയുന്നത് വിദ്യാലയങ്ങളെ ഒരു പാഠപുസ്തകമാക്കി മാറ്റുക എന്നത് തന്നെയാണ് ആദ്യത്തെ ലക്ഷ്യം. എന്താണ് വിദ്യാലയങ്ങളെ പാഠപുസ്തകമാക്കി മാറ്റുക എന്ന് വെച്ചാൽ, പാഠ്യപദ്ധതി നിർദ്ദേശിക്കുന്ന പരിസ്ഥിതി ബന്ധിത പ്രവർത്തനങ്ങൾക്ക് നമ്മുടെ വിദ്യാലയം അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനം ഒരു ആവാസ വ്യവസ്ഥയായി നിന്നുകൊണ്ട് വേണം പ്രയോജനപ്പെടുത്തേണ്ടത്. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അതായത് നമ്മുടെ വിദ്യാലയമുണ്ടല്ലോ, കുട്ടികളുടെ പഠന പ്രവർത്തനങ്ങൾക്ക് ഏറെ ഉത്തമമായിട്ട് അല്ലെങ്കിൽ ഏറെ അനുയോജ്യകരമായിട്ടുള്ളത് ആയി മാറ്റണം എന്നുള്ളതാണ് ആദ്യത്തെ ലക്ഷ്യമെന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ലക്ഷ്യം എന്താണ്? ജലസംരക്ഷണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനുള്ള മനോഭാവം വികസിപ്പിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ ലക്ഷ്യം. അതായത് മണ്ണും ജലവും ജൈവ വൈവിധ്യവും എല്ലാം ചേർന്നുള്ള ഒരു ജൈവ ബന്ധം കുട്ടികളിൽ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് രണ്ടാമത്തെ ലക്ഷ്യമെന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ ലക്ഷ്യം എന്താണ്? പ്രകൃതിയിലേക്ക് മടങ്ങുക എന്ന ആശയത്തിൻ്റെ പ്രസക്തിയും പ്രാധാന്യവും കുട്ടികളെ ബോധ്യമാക്കുക. അതായത് നമുക്കറിയാമല്ലേ, ഇന്നത്തെ കുട്ടികൾ എങ്ങനെയാണ്, മഴയും മണ്ണും ഒക്കെ ആയിട്ട് വളരെ ബന്ധമൊന്നും ഇല്ലാത്തവരാണ് ഇന്നത്തെ തലമുറ. പഴയ തലമുറ പോലെയൊന്നും അല്ല അല്ലേ. പക്ഷേ അതിൻ്റെ പ്രസക്തി എന്താണ്, അതിൻ്റെ പ്രാധാന്യം എന്താണ് എന്നുള്ള ബോധം കുട്ടികൾക്ക് നൽകുക എന്നാണ്. പ്രകൃതിയിൽ നിന്നും മണ്ണും മഴയും മരവും അവയെല്ലാം തന്നെ ജീവികളുമായിട്ടുള്ള ബന്ധത്തോട് ഏറെ ഇഴുകി നിൽക്കേണ്ടവയാണ് എന്നുള്ള ബോധം കുട്ടികളിൽ വളർത്തുക. ആധുനിക തലമുറ നേരിടുന്ന പ്രതിസന്ധികൾ അല്ലെ, ആ പ്രതിസന്ധികൾക്കുള്ള മോചനമാണ് പ്രകൃതിയെ സ്നേഹിക്കുക എന്നുള്ള ഒരു ബോധ്യം കുട്ടികൾക്ക് നൽകുക എന്നുള്ളതാണ് മൂന്നാമത്തെ ലക്ഷ്യമെന്ന് പറയുന്നത്. അടുത്തതായി പറയപ്പെടുന്നത് പക്ഷികളെയും മരങ്ങളെയും പൂക്കളെയും സ്നേഹിക്കാനും പ്രകൃതി ഭംഗി ആസ്വദിക്കുവാനുമുള്ള ഒരു നല്ല മനസ്സ് കുട്ടികളിൽ വളർത്തിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് അടുത്ത ലക്ഷ്യമെന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ സർവശിക്ഷ അഭിയാൻ്റെ അറിയാലോ, നമ്മുടെ സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിൻ്റെ സഹായത്തോടുകൂടി തന്നെ ജൈവ വൈവിധ്യ പാർക്കുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, വിദ്യാലയങ്ങളിൽ നിലവിൽ വന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കുട്ടികളെ പക്ഷികളെ സ്നേഹിക്കാനും മരങ്ങളെയും പൂക്കളെയും ഒക്കെ സ്നേഹിക്കാനും പ്രകൃതിയെ ആരാധിക്കാനും പ്രകൃതിയോട് ഇഷ്ടം കൂടാനും ഒക്കെയുള്ള ഒരു മനസ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, രൂപപ്പെടുത്തി എടുക്കാൻ കഴിയും. അപ്പോൾ ജൈവ വൈവിധ്യ വിദ്യാലയം എന്താണെന്ന് നോക്കി, അതിൻ്റെ ലക്ഷ്യങ്ങൾ എന്താണെന്നും കേട്ട് കഴിഞ്ഞു. അപ്പോൾ ക്ലാസ് എന്ത് ചെയ്യുക, കേട്ട് തന്നെ മനസ്സിലാക്കി വയ്ക്കുക. വേറെ നോട്ടായിട്ടോ ഒന്നും എന്ത് ചെയ്യേണ്ട കാര്യമില്ല, പ്രിപ്പയർ ചെയ്ത് വയ്ക്കേണ്ട കാര്യമില്ല. അപ്പോൾ ജൈവ വൈവിധ്യ വിദ്യാലയം പേരിനോട് തന്നെ നമ്മൾ കണക്ട് ചെയ്ത് അതിനെ ഒന്ന് ഓർത്ത് വയ്ക്കുക, അതിൻ്റെ ലക്ഷ്യങ്ങളും ഒന്ന് ഓർത്ത് വയ്ക്കുക. ആദ്യത്തെ എന്താണ്, സ്കൂൾ ക്യാമ്പസിനെ ഒരു പാഠപുസ്തകമാക്കുക
ഉളവാക്കുക. രണ്ടാമത്തത് ജലസംരക്ഷണത്തെക്കുറിച്ചുള്ള ഒരു ബോധ്യം ഉളവാക്കുക. മൂന്നാമത്തെ എന്താണ്? പ്രകൃതിയിലേക്ക് മടങ്ങുക എന്നുള്ള ഒരു ആശയം കുട്ടികളിൽ വളർത്തിയെടുക്കുക. അടുത്ത കാര്യം എന്താ പറഞ്ഞത്? പക്ഷികളെയും മരങ്ങളെയും പൂക്കളെയും ചെടികളെയും ഒക്കെ സ്നേഹിച്ച് പ്രകൃതിയോട് ഇണങ്ങുന്ന ഒരു മനസ്സിന് ഉടമകളായിട്ട് കുട്ടികളെ നമ്മൾ വളർത്തിയെടുക്കുക. അപ്പോൾ ഈ ടോപ്പിക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്കിനി അടുത്ത ടോപ്പിക്കിലോട്ട് പോകാം. എന്താണ് വിവരവിനിമയ സാങ്കേതിക വിദ്യ എന്ന് പറയുന്നത്? നമ്മളെല്ലാവരും നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്നതാണ് അല്ലേ? ഇൻഫർമേഷൻ ടെക്നോളജി എന്നും ശാസ്ത്ര സാങ്കേതിക വിദ്യ എന്നുള്ള പേരിലൊക്കെ നമ്മളിതിനെക്കുറിച്ച് കേൾക്കുന്നുണ്ട്. അതായത് കമ്പ്യൂട്ടർ പോലുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ച് വിവരങ്ങൾ ശേഖരിക്കുക, അവയെ സൂക്ഷിച്ചു വയ്ക്കുക, കൈമാറ്റം ചെയ്യുക, പല വിധത്തിൽ അതിനെ പാകപ്പെടുത്തിയെടുക്കുക, ഇതിനൊക്കെ സഹായകമായിട്ടുള്ള ശാസ്ത്ര സാങ്കേതിക വിദ്യകളെ നമുക്ക് മൊത്തത്തിൽ എന്തെന്ന് പറയാം? വിവര സാങ്കേതിക വിദ്യ അല്ലെങ്കിൽ ശാസ്ത്ര സാങ്കേതിക വിദ്യ എന്ന് പറയാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഇൻ്റർവ്യൂ ബോർഡിൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങനെയുള്ളൊരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നതാണ് കേട്ടോ. അപ്പോൾ പൊതുവേ ഇന്നത്തെ കാര്യങ്ങൾ എന്താണ്? കുട്ടികൾ മൊബൈൽ വഴിയുള്ള കാര്യങ്ങൾ അല്ലെ, മൊബൈലുകൾ എല്ലാം അവർക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യമാണ്. അപ്പോൾ മുതിർന്നവരെക്കാളുമൊക്കെ കൊച്ചു കുട്ടികൾക്ക് എന്താണ്? മൊബൈൽ ഫോണുമായിട്ടുള്ള ഉപയോഗം വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ വരുന്ന ചിത്രങ്ങൾ കാണുക, അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളല്ലേ കുട്ടികൾ വളരെയേറെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതിന് തന്നെ ഗുണങ്ങളുമുണ്ട്, അതിനോടൊപ്പം അതിന് ചില ദൂഷ്യവശങ്ങളുമുണ്ട്. അപ്പോൾ ഇൻ്റർവ്യൂവിൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കല്ലേ, മൊബൈൽ ഫോണുകൾ കുട്ടികളുടെ അമിത ഉപയോഗം ഉണ്ടാകുന്ന ദോഷഫലങ്ങൾ എന്തൊക്കെ, അതിനെ നമുക്ക് എങ്ങനെയൊക്കെ മാറ്റിയെടുക്കാം, അത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? പ്രതീക്ഷിക്കേണ്ടതുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് വിവരവിനിമയ സാങ്കേതിക അല്ലെങ്കിൽ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ ഉപയോഗം എന്താണെന്ന് നോക്കാം. ആധുനിക ജീവിതത്തിൽ നൂതന സാങ്കേതിക വിദ്യകൾ അനിവാര്യമാണ്. അപ്പോൾ ഇന്നത്തെ എല്ലാ കാര്യങ്ങൾക്കും എന്താവശ്യമാണ്? പിന്നെ വിവര സാങ്കേതിക വിദ്യകൾ ഏറെ ആവശ്യമാണ്. പക്ഷേ അവ ഏറെ എന്താണ്? മാറ്റാൻ കഴിയാത്ത അല്ലെങ്കിൽ ഒരു ആസക്തിയുടെ തലത്തിലോട്ട് പോകാതെ നമ്മൾ എന്ത് ചെയ്യണം? കുട്ടികളെ സൂക്ഷിക്കേണ്ടത് അനിവാര്യമാണ്. ഇപ്പോൾ ക്ലാസ്സിൽ കൊടുക്കുന്ന ഒരു അസൈൻമെൻ്റ് ആയിരുന്നാലും ഒരു പ്രോജക്റ്റ് വർക്കായിരുന്നാലും കുട്ടികൾ അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നത് ഒരു ഗൂഗിൾ സെർച്ച് ചെയ്തിട്ടോ അല്ലെങ്കിൽ മൊബൈൽ ഫോൺ എടുത്തിട്ട് യൂട്യൂബ് പോലുള്ള മാധ്യമങ്ങളൊക്കെ സെർച്ച് ചെയ്തിട്ടായിരിക്കും കുട്ടികൾ ഓരോന്നും കണ്ടുപിടിക്കുന്നത് അല്ലേ? അപ്പോൾ അത് അവരുടെ പഠനത്തിന് ആവശ്യമാണ്. എന്നാൽ ചില സാഹചര്യങ്ങൾ അവയുടെ അമിത ഉപയോഗം അത് ദോഷകരമായിട്ടും എന്ത് ചെയ്യുന്നുണ്ട്? കുട്ടികളെ ബാധിക്കുന്നുണ്ട്. ഏതൊരു കാര്യം നമ്മൾ പഠിച്ചാലും ആദ്യം അതിൻ്റെ ഗുണവശങ്ങളാണ് നോക്കേണ്ടത് അല്ലേ? ആദ്യം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ വിവരങ്ങൾ ശേഖരിക്കാനായിട്ട് നമുക്കെല്ലാവർക്കും സഹായകമാണ്. അതുപോലെ തന്നെ സൂക്ഷിച്ചു വയ്ക്കുക. ഒരു ഡേറ്റയായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മൊബൈലിലോ കമ്പ്യൂട്ടറിലോ ഒക്കെ സൂക്ഷിച്ചു വയ്ക്കും. അത് നമ്മളൊക്കെ മറന്നാലും അത് ആയുഷ്കാലം മുഴുവൻ എന്ത് ചെയ്യും? ആ സിസ്റ്റത്തിനകത്ത് അവിടെ കിടക്കും. അതൊരു ഏറ്റവും നല്ല ഉപയോഗമാണ്. അതുപോലെ തന്നെ വിവരങ്ങൾ കൈമാറ്റം ചെയ്യുന്നതിന്, ഇപ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു കാര്യം മറ്റൊരു വ്യക്തിക്ക് അയച്ചു കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യും? മൊബൈൽ മെസ്സേജ് വഴിയോ അപ്പോൾ മറ്റെന്തെങ്കിലും കാര്യങ്ങളിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൈമാറ്റം ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ പല രീതിയിൽ അതിനെ പാകപ്പെടുത്താനായിട്ട് സാധിക്കും അല്ലേ? ചിത്രങ്ങളായിട്ടും പാട്ടുകളായിട്ടും ചിത്രങ്ങളായിട്ടും പിന്നെയോ മറ്റുള്ള സാഹിത്യ രൂപങ്ങൾ, നമുക്കപ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്കിന്ന് കമ്പ്യൂട്ടറിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു കാര്യം നമുക്ക് പ്രസൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും, അതിനെ പാകപ്പെടുത്തിയെടുക്കാനായിട്ട് സാധിക്കുന്നു. അതും ഒരു ഉപയോഗം തന്നെയാണ്. ഇത്ര പറഞ്ഞാൽ തീരാത്ത രീതിയിലുള്ള ഉപയോഗങ്ങൾ നമുക്ക് എന്തുണ്ട്? വിവരവിനിമയ സാങ്കേതിക വിദ്യയിലൂടെ ചെയ്യാനായിട്ടുണ്ട്, അല്ലെങ്കിൽ കുട്ടികൾക്കോ അല്ലെങ്കിൽ മുതിർന്നവർക്കോ ഒക്കെ ലഭിക്കുന്നുണ്ട്. ഇനി അതിനൊപ്പം തന്നെ ദോഷവശങ്ങളും കൂടെ ഉണ്ട്. ആധുനിക സാങ്കേതിക വിദ്യകൾ നമ്മുടെ കുഞ്ഞുങ്ങളെ വ്യക്തിത്വ വികസനത്തെയും പഠന നിലവാരത്തെയും എന്ത് ചെയ്യുന്നുണ്ട്? ഏറെ സ്വാധീനിക്കുന്നുണ്ട്. ഏകദേശം ഇപ്പം നമ്മുടെയൊക്കെ ഒരു കണക്ക് വെച്ചിട്ട് ഒരു എന്താണ് 2 പതിറ്റാണ്ട് മുമ്പ്, അതായത് 10-20 വർഷങ്ങൾക്ക് മുമ്പൊക്കെ നമ്മുടെയൊക്കെ കുട്ടിക്കാലത്തെക്കുറിച്ച് പറയുമ്പോൾ എന്തൊക്കെയാണ്? നമ്മൾ വൈകിട്ട് സ്കൂളിൽ നിന്നെത്തുന്നു, എന്ത് ചെയ്യുന്നു? മറ്റുള്ള കൂട്ടുകാരുമൊത്ത് കളിക്കുന്നു അല്ലേ? പുറത്തോട്ട് ഇറങ്ങുന്നു, അല്ലെങ്കിൽ വീട്ടുകാരുമൊത്തുള്ള സംസാരം, കളിയും ചിരിയും, അല്ലെങ്കിൽ തന്നെ വൈകുന്നേരം ടി വി കാണുന്നെങ്കിൽ എന്താണ്? ഒരു ടി വിയുടെ മുൻപിൽ വീട്ടിലുള്ള കുടുംബാംഗങ്ങളെല്ലാവരും വന്നിരുന്ന് ഒരുമിച്ചിരുന്ന് ടി വി കാണുന്നു. ഇതൊക്കെയാണ് നമ്മുടെയൊക്കെ ഉള്ള ഒരു കുട്ടിക്കാലം എന്ന് പറയുന്നത്. പക്ഷേ ഇന്നത്തെ തലമുറ അങ്ങനെയാണോ? ഇല്ല. അവർ ഓരോ റൂമിലും എന്ത് ചെയ്യുന്നു? മൊബൈൽ ഫോണും വെച്ചിട്ട് അവരുടേതായ ലോകത്തിൽ വിഹരിക്കുന്നു. അത് തന്നെയാണ് നമുക്ക് ആദ്യമായിട്ട് എടുത്തു പറയേണ്ടത് അല്ലേ? കുടുംബ ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന ഒരു ചെറുതെന്ന് നമുക്ക് പറയാൻ കഴിയില്ല, വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ.
മറിച്ച് കുട്ടികൾ സ്കൂളിൽ നിന്ന് വീട്ടിലെത്തുന്ന കുട്ടികൾ കളിക്കുക, ഓടുക, ചാടുക, മറ്റുള്ള കുട്ടികളോടൊപ്പം കളിക്കുക, ഇതൊക്കെ ചെയ്യുമ്പോൾ എന്താ അവർക്ക് കിട്ടുന്ന നേട്ടമെന്ന് പറയുന്നത് കായികക്ഷമത വർദ്ധിക്കുന്നു അല്ലേ. അവരുടെ മാനസികമായിട്ടും ശാരീരികമായിട്ടുമുള്ള ആരോഗ്യങ്ങൾ വളരെയധികം എന്ത് ചെയ്യുന്നുണ്ട്, വർദ്ധിക്കുന്നുണ്ട്. പക്ഷേ മൊബൈൽ ഫോണിന് അടിമകളായിട്ടിരുന്നാലോ അല്ലെങ്കിൽ മൊബൈൽ ഫോണിലുള്ള ഗെയിമുകൾ കളിച്ചുകൊണ്ടിരുന്നാലോ അത്തരത്തിലുള്ള ഒരു വളർച്ച കുട്ടികൾക്ക് ഉണ്ടാകുന്നില്ല. ഒപ്പം തന്നെ കുട്ടികളും രക്ഷകർത്താക്കളും തമ്മിലുള്ള ആശയവിനിമയത്തിൻ്റെ അളവിലും മാറ്റമുണ്ടാകുന്നുണ്ടല്ലേ. പഴയ കാലഘട്ടം പോലെയല്ല ഇന്നത്തെ കുട്ടികൾ എന്താണ് അവരുടേതായ കാര്യങ്ങളല്ലേ, അതായത് മൊബൈൽ ഫോണിലൂടെ ഗെയിം കണ്ടുകൊണ്ടിരുന്നാൽ രക്ഷകർത്താക്കൾ പറയുന്ന അവരെന്ത് ചെയ്യില്ല, കേൾക്കില്ല. അപ്പോൾ അവർ തമ്മിലുള്ള ഒരു ആശയവിനിമയത്തിന് അവിടെ എന്ത് ചെയ്യുന്നു, കോട്ടം സംഭവിക്കുന്നു. അതുപോലെ കുട്ടികളുടെ സർഗാത്മകത, ഭാവന എന്നിവ വേണ്ട വിധത്തിൽ എന്ത് ചെയ്യുന്നില്ല, ഉപയോഗപ്പെടുന്നില്ല അല്ലേ. അപ്പോൾ കുട്ടികളിൽ ഒരു ഭാവനയുണ്ട് അവരുടെ മനസ്സിൽ, അല്ലെങ്കിൽ ഒരു സർഗാത്മകതയുണ്ട്. അപ്പോൾ അതൊന്നും എന്ത് ചെയ്യുന്നില്ല, ഈ വർദ്ധിച്ചു വരുന്ന വിവരവിനിമയ സാങ്കേതിക വിദ്യയുടെ ഉപയോഗത്തിലൂടെ അത് വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്താനായിട്ട് കഴിയുന്നില്ല. അതുപോലെ അവരുടെ സെൻസറി ആൻഡ് മോട്ടോർ ഡെവലപ്മെൻറ്റിന് വേണ്ട വിധം നടക്കുന്നില്ല. എന്ന് വെച്ചാൽ എന്താണ്, കുട്ടികൾക്ക് വേണ്ട ശാരീരിക ചലനപരമായിട്ടുള്ള ബുദ്ധികളൊന്നും തന്നെ എന്ത് ചെയ്യുന്നില്ല, നടക്കുന്നില്ല എന്നാണ്. ഒരിടത്ത് എവിടെയെങ്കിലും ചടഞ്ഞിരുന്നിട്ട് എന്താണ് കമ്പ്യൂട്ടറിൻ്റെയോ അല്ലെങ്കിൽ ലാപ്ടോപ്പിൻ്റെയോ ഒക്കെ മുന്നിലിരിക്കുന്ന കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള വളർച്ച, ശാരീരിക മാനസികപരമായിട്ടുള്ള വളർച്ച എന്ത് ചെയ്യുന്നില്ല, ഉണ്ടാകുന്നില്ല. ഇനി കുട്ടികളിൽ സ്വയം നിയന്ത്രണവും ഏകാഗ്രതയും അവയുടെ അഭാവം ഇന്നത്തെ കുട്ടികളിൽ കണ്ടുവരുന്നുണ്ടല്ലേ. എല്ലാ കാര്യങ്ങളും സ്വയം നിയന്ത്രിക്കാനുള്ള ഒരു കഴിവ് ഇന്ന് കുട്ടികളിൽ നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഒരു ഏകാഗ്രത മനോഭാവവും കുട്ടികൾക്കിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. അതൊക്കെ കൊണ്ട് തന്നെ ഒരു ക്ലാസ് റൂമിനകത്തുള്ള അധ്യാപകന് കുട്ടികളെ കൈകാര്യം ചെയ്യുന്നതിന് ഏറെ ബുദ്ധിമുട്ടും സഹിക്കുന്നുണ്ട്. അപ്പോൾ പരസ്പരം ഒരു ആശയവിനിമയത്തിലൂടെ കിട്ടുന്ന ധാരണ എന്താണ്, അധ്യാപകന് ക്ലാസ്സിലെ കുട്ടികളെ നല്ലപോലെ നിയന്ത്രിക്കാൻ കഴിയുക എന്നുള്ളതാണ്. മറിച്ച് കുട്ടിയിലുള്ള ആ ഒരു സ്വയം നിയന്ത്രണം ഇല്ലാതാകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, അധ്യാപകൻ ഒന്ന് ദേഷ്യപ്പെടുകയോ എന്തെങ്കിലും ചെയ്യുമ്പോൾ കുട്ടി എന്ത് ചെയ്യുന്നു, അതിനെതിരായിട്ടുള്ള സംസാരം അവിടെ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മാനസിക സമ്മർദ്ദം കുട്ടികളിൽ ഉയരുന്നതായിട്ട് കാണാം. അപ്പോൾ മുതിർന്നവർക്ക് ഉണ്ടാകുന്ന ആ സമ്മർദ്ദം പോലെയല്ല അല്ലേ, ചെറിയ കുട്ടികളല്ലേ. അപ്പോൾ കളിച്ച് നടക്കേണ്ട കുട്ടികളിൽ മാനസിക സമ്മർദ്ദം ഉണ്ടാകുക എന്ന് പറയുമ്പോൾ അത് വളരെ വിഷമകരമായിട്ടുള്ളൊരു കാര്യമാണ്. ഇതിൻ്റെയൊക്കെ അനന്തരഫലമായിട്ട് കുട്ടികൾക്ക് എന്തുണ്ടാകുന്നു, ഉത്കണ്ഠയുണ്ടാകുന്നു, അല്ലെങ്കിൽ വിഷാദ രോഗം, ഉറക്കമില്ലായ്മ, ഇങ്ങനെയുള്ള അല്ലെങ്കിൽ സ്വയം ഉൾവലിയുക, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കുട്ടികളിൽ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ എന്താണ്, മൊബൈൽ ഫോണുമായിട്ടുള്ള മറ്റുള്ളവരുമായിട്ട് എന്ത് ചെയ്യുന്നില്ല, അവർ പരസ്പര ആശയവിനിമയം നടത്തുന്നില്ല. അല്ലെങ്കിൽ കൂടെയുള്ള കുട്ടികളോട് തൻ്റെ കാര്യങ്ങളൊന്നും ഷെയർ ചെയ്യാനായിട്ട് കുട്ടികൾ എന്ത് ചെയ്യുന്നില്ല, തയ്യാറാകുന്നില്ല. ആ ഒരു പ്രശ്നം ഭാവിയിൽ എന്താണ്, ഉത്കണ്ഠ, വിഷാദ രോഗം, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ ഇന്നത്തെ കുട്ടികളിൽ കണ്ടുവരുന്നുണ്ട്. ഇതെല്ലാം നമ്മുടെ മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ പോലുള്ള ഉപകരണങ്ങൾ ചെറിയ തോതിലൊന്നും ഉപയോഗിക്കുന്നത് മൂലം കുട്ടികൾക്ക് എന്ത് ചെയ്യുന്നില്ല, ഉണ്ടാകുന്നില്ല. അവരുടെ ആവശ്യത്തിന് എന്ത് ചെയ്യാം, ഉപയോഗിക്കാം. അത് അനിവാര്യമാണ്. ഇന്നത്തെ തലമുറയ്ക്ക് അറിവ് ശേഖരണത്തിന് മറ്റുള്ള എല്ലാ കാര്യങ്ങൾക്കും അത് അത്യാവശ്യമാണ്, നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. പക്ഷേ ആദ്യമേ ഞാൻ പറഞ്ഞു ക്ലാസ് തുടങ്ങിയപ്പോഴെന്താണ്, അമിതമായിട്ടുള്ള ഉപയോഗം അല്ലെങ്കിൽ അതിനോടുള്ള ഒരു ആസക്തി കുട്ടികളിൽ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ അവയെ എന്ത് ചെയ്യേണ്ടത്, നിയന്ത്രിക്കേണ്ടത്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ആശയം അല്ലെങ്കിൽ എനിക്കുണ്ടായ എനിക്ക് മനസ്സിലായ കാര്യങ്ങളാണ് കേട്ടോ ഞാൻ നിങ്ങളുമായിട്ട് ചർച്ച ചെയ്തത്. അപ്പോൾ മറ്റെന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ കമൻറ്റിലൂടെ എന്ത് ചെയ്യുക, അറിയിക്കുക. വർദ്ധിച്ചു വരുന്ന സാങ്കേതിക വിദ്യയുടെ ഉപയോഗം അവ ഗുണത്തോടൊപ്പം കുട്ടികളിൽ എന്തൊക്കെ ദോഷങ്ങളൊക്കെ വരുത്തുന്നു എന്നുള്ള കാര്യമാണ് ഈ ഒരു ചെറിയ ടോപ്പിക്കിലൂടെ ചർച്ച ചെയ്തത്. വളരെ പ്രധാനപ്പെട്ട 2 ടോപ്പിക്കുകളാണ് കേട്ടോ നമ്മൾ പഠിച്ചത്. ജൈവ വൈവിധ്യ വിദ്യാലയം, അതുപോലെ തന്നെ വിവരവിനിമയ സാങ്കേതിക വിദ്യയുടെ ഗുണങ്ങളും ഉപയോഗം, അവയുടെ ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ. അപ്പോൾ കേട്ടിരുന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇൻ്റർവ്യൂവും അതുപോലെ തന്നെ ഏറെ എളുപ്പത്തിലായിരിക്കും. വളരെ നമ്മൾ കരുതുന്നത് പോലെ പ്രയാസമുള്ളതൊന്നും ആകില്ല. എല്ലാവർക്കും തന്നെ നല്ല രീതിയിൽ എന്ത് ചെയ്യട്ടെ, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട് കഴിയട്ടെ. അപ്പോൾ എന്ത് ചെയ്യുക, ആത്മവിശ്വാസത്തോടു കൂടെ തന്നെ ഇൻ്റർവ്യൂവിന് പങ്കെടുക്കുക. അതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ ഏറെ പ്രയോജനകരമായിരിക്കും. ഇനി മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.